Hello friends, Technique മലയാളത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് വിവോന്റെ ഒരു ബഡ്ജറ്റ് ഡിവൈസ് ആണ്. ബഡ്ജറ്റ് ഡിവൈസ് പറയുമ്പോൾ വേറൊരു പ്രത്യേകത കൂടിയുണ്ട്. ഇത് 5G ഡിവൈസ് അല്ല, 4G ഡിവൈസ് ആണ്. അപ്പോൾ ഒരു എൻട്രി ലെവൽ അല്ലെങ്കിൽ മിഡ് 15,000 പ്രൈസ് സെഗ്മെന്റിന് താഴെ വരുന്ന ഒരു ഡിവൈസ് ആവാനാണ് ചാൻസ്. അപ്പോൾ വിവോന്റെ ഏറ്റവും പുതിയ T1X ആണ് നമ്മൾ ഇന്ന് അൺബോക്സിങ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ Vivo T1X നമ്മുടെ കയ്യിൽ കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ സ്പെക്സ് ഒക്കെ ഞാൻ പറയാം, അതേപോലെ തന്നെ ഇതിൻ്റെ ഹാർഡ്വെയറും ക്യാമറ സാമ്പിൾസും എല്ലാ ഡീറ്റെയിൽസും തന്നെ നമ്മൾ പറയണതാണ്. അപ്പോൾ അൺബോക്സിങ് ചെയ്യുമ്പോൾ നമുക്ക് പ്രൈസ് അറിയത്തില്ല എങ്കിലും ഞാൻ പ്രൈസ് കിട്ടിയ ഉടൻ തന്നെ കമൻറ്റ് സെക്ഷനിലോ അല്ലെങ്കിൽ ടൈറ്റിലോ പോസ്റ്റ് ചെയ്യാം. അപ്പോൾ Vivo T1X ആണ് നമ്മൾ അൺബോക്സിങ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അൺബോക്സിങ് തുടങ്ങുന്നതിന് മുമ്പായിട്ട് ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അതേപോലെ തന്നെ ബെൽ ഐക്കോൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ കൂടെ ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് അൺബോക്സിങ് തുടങ്ങാം. അപ്പോൾ ഇതാണ് ബോക്സ് പാക്കേജ്. അപ്പോൾ Vivo T1X എഴുതി കാണാം. ബാക്കി ബോക്സിൻ്റെ ബാക്കിൽ എഴുതിയിരിക്കുന്നത് ക്വാൾകോമിൻ്റെ സ്നാപ്ഡ്രാഗൺ 680 പ്രോസസ്സറാണ്, 6 നാനോമീറ്റർ ചിപ്പാണ്, ഒരു 4G ചിപ്പാണ്, അതേപോലെ 50 മെഗാപിക്സൽ പ്രൈമറി ക്യാമറ, പിന്നെ നമുക്ക് കിട്ടുന്ന 1080p റെസൊല്യൂഷൻ അൾട്രാ ക്ലിയർ ഡിസ്പ്ലേ, 90 ഹെർട്സ് റിഫ്രഷ് റേറ്റ് ആണ് സപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ 5000 mAh കപ്പാസിറ്റി ബാറ്ററിയും 18 വാട്ട് ഫാസ്റ്റ് ചാർജിങ് വരുന്നത്. ഇത് സ്പേസ് ബ്ലൂ എന്ന് പറഞ്ഞ കളറാണ്. ഇത് 6GB 120GB വേരിയൻ്റ് ആണ്. എൻ്റെ അറിവ് അനുസരിച്ച് ഇത് 3 വേരിയൻ്റ് ആണ് അവൈലബിൾ ആകുന്നത്. 464, 4128, 6128 ആണ് 3 വേരിയൻസ് അവൈലബിൾ ആകുന്നത്. സാർ വാല്യൂ 1.24 ഹെഡും 0.73 ബോഡി സാറുമാണ് വരുന്നത്. ഇത് 4G ഡിവൈസാണ്, ഞാൻ നേരത്തെ പറഞ്ഞു ഇത് 4G ഡിവൈസാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ അൺബോക്സിങ്ങിലേക്ക് കിടക്കാം. അപ്പോൾ ബോക്സ് ആദ്യം തന്നെ തുറക്കാം. ബോക്സ് തുറക്കുമ്പോൾ നമുക്ക് ആദ്യം കിട്ടുന്നത് വിവോൻ്റെ ബ്രാൻഡഡ് ഒരു ചെറിയ ബോക്സ് കാണാം. ഇതിനകത്ത് നമുക്ക് കിട്ടുന്ന ഒരു കേസാണ്, സാധാരണ TPU കേസ്, പക്ഷേ നല്ല ക്വാളിറ്റി ഉണ്ട്. പിന്നെ നമുക്കിവിടെ ഒരു സിം ഇജക്റ്റ് പിന്ന് ഉണ്ടെന്ന് തോന്നുന്നു. ഇതിനകത്ത് സിം ഇജക്റ്റ് പിന്നില്ല. ഇവിടെ നമുക്ക് ഒരു മാനുവലാണ്, വാറൻറ്റി ഇൻഫർമേഷനാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് ഫോണൊന്ന് പുറത്തേക്ക് എടുക്കാം, ഫോണൊന്ന് മാറ്റി വയ്ക്കാം. ഇവിടെ നമുക്ക് കിട്ടുന്ന ഒരു 18 വാട്ട് അഡാപ്റ്ററാണ്, 9 വോൾട്ട് 2 ആംപിയർ സ്റ്റാൻഡേർഡ് 18 വാട്ട് ചാർജറാണ് വരുന്നത്. പിന്നെ ഒരു USB Type-C ചാർജിങ് കേബിളാണ് വരുന്നത്. പിന്നെ ഒരു സിം ഇജക്റ്റ് പിന്നെ കൂടെ ഇതിനകത്തുണ്ട്. പിന്നെ നമുക്ക് കുറച്ച് സ്റ്റിക്കേഴ്സാണ്. പിന്നെ നമുക്ക് ഇതാണ് ഡിവൈസ്. അപ്പോൾ നമുക്കിതൊക്കെ ഒന്ന് എടുത്തു വെച്ചിട്ട് ഡിവൈസ് ഒന്ന് ബൂട്ട് ചെയ്യാം. അപ്പോൾ ഇതാണ് Vivo T1X. അപ്പോൾ നമുക്ക് കാണാം ഇവിടെ ക്യാമറ യൂണിറ്റ് കണ്ടില്ലേ, ഒരു ചെറിയ റേസ്ഡ് ക്യാമറ യൂണിറ്റ് ആണ്. ബാക്ക് പോളികാർബണേറ്റ് മെറ്റീരിയലാണ്, ഒരു ബ്ലൂയിഷ് കളറാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. നല്ലൊരു സ്റ്റൈലിഷ് ലുക്കിംഗ് ആണ്, ഡെഫിനറ്റ്ലി പറയാം. വിവോ ബ്രാൻഡിങ് കാണാം. ഇവിടെ നമുക്ക് ഡ്യുവൽ ക്യാമറ സെറ്റപ്പാണ്, ഒരു അൾട്രാ വൈഡും ഒരു പ്രൈമറി സെൻസറും മാത്രമേ ഉള്ളൂ. പിന്നെ സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിൻറ്റ് സ്കാനറാണ് വരുന്നത്. പവർ ബട്ടൺ തന്നെയാണ് ഫിംഗർ പ്രിൻറ്റ് സ്കാനറായിട്ട് ആക്ട് ചെയ്യുന്നത്. ഇവിടെ നമുക്ക് ഒരു വോളിയം കീസാണ് വരുന്നത്. പിന്നെ മുകൾ ഭാഗത്ത് സിം ട്രേ വരുന്നത്. താഴെ നമുക്ക് 3.5mm ഓഡിയോ ജാക്ക് ഇൻക്ലൂഡറാണ്. അതേപോലെ തന്നെ നമുക്ക് ഒരു USB Type-C പോർട്ടും സ്പീക്കർ യൂണിറ്റുമാണ് വരുന്നത്. അപ്പോൾ ഇവിടെ നമുക്കൊരു വാട്ടർ ഡ്രോപ്പ് നോച്ചാണ് വരുന്നത് ഡിസ്പ്ലേയിൽ. 1080p റെസൊല്യൂഷൻ, അതായത് ഫുൾ HD റെസൊല്യൂഷൻ ഡിസ്പ്ലേ വരുന്നുണ്ട്. എങ്കിലും നമുക്ക് വാട്ടർ ഡ്രോപ്പ് നോച്ചുകളും 90 ഹെർട്സ് റിഫ്രഷ് റേറ്റും വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഫോൺ ഒന്ന് ബൂട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ ഫോൺ ബൂട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് Vivo T1X, ഒരു ബഡ്ജറ്റ് ഡിവൈസാണ്. അപ്പോൾ നമുക്കിവിടെ കാണാൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വാട്ടർ ഡ്രോപ്പ് നോച്ചാണ് വരുന്നത്. 90 ഹെർട്സ് റിഫ്രഷ് റേറ്റ് ഉണ്ട്. താഴത്തെ ബെസൽസും കുഴപ്പമില്ല, ഒരു ബഡ്ജറ്റ് ഡിവൈസിന് വേണ്ട ഒരു എക്സ്പീരിയൻസ് ഒക്കെ കിട്ടുന്നുണ്ട്. പിന്നെ നമുക്ക് ഇതിൻ്റെ ഡിസ്പ്ലേ ക്വാളിറ്റി പറയുകയാണെങ്കിൽ ഇതിന് IPS LCD പാനലാണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു എക്സ്പീരിയൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഒബ്വിയസ്ലി IPS LCDക്ക് അതിൻ്റേതായ പോരായ്മകളുണ്ട്. കാരണം കുറച്ച് അത്രയ്ക്ക് ഒരു ബ്രൈറ്റോ അല്ലെങ്കിൽ കളർഫുൾ ഡിസ്പ്ലേ ആയിരിക്കില്ല AMOLEDനെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ. അപ്പോൾ ആ ഒരു ആസ്പെക്റ്റ് ഇവിടെയുണ്ട്. പിന്നെ നമുക്ക് ഇതിൻ്റെ ഡിസ്പ്ലേ സെറ്റിങ്സിലൊന്ന് പോയി നോക്കാം. ഡിസ്പ്ലേ സെറ്റിങ്സിൽ 90 ഹെർട്സ് റിഫ്രഷ് റേറ്റ് എങ്ങനെയാണ് നോക്കാമെന്ന്. അപ്പോൾ ഡിസ്പ്ലേ ആൻഡ് ബ്രൈറ്റ്നസ് ഇവിടെ ഉണ്ടല്ലേ, സ്ക്രീൻ റിഫ്രഷ് റേറ്റ്, അതായത് 90 ഹെർട്സ് 60 ഹെർട്സ് സ്മാർട്ട് സ്വിച്ച് ഓപ്ഷനാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് ഡാർക്ക് മോഡ് അങ്ങനത്തെ ബാക്കിയുള്ള ഓപ്ഷൻസ് എല്ലാം തന്നെ ഇൻക്ലൂഡഡാണ്. അപ്പോൾ ഡിസ്പ്ലേ ക്വാളിറ്റി കുഴപ്പമില്ല, ഒരു ബഡ്ജറ്റ് ഡിവൈസിന് വേണ്ട ഒരു ബേസിക് ആസ്പെക്റ്റ് ഒക്കെ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. എങ്കിലും വാട്ടർ ഡ്രോപ്പ് നോച്ച് വരുന്നുള്ളൂ, അതേപോലെ IPS LCD പാനലാണ് വരുന്നത്. ഇനി സോഫ്റ്റ്വെയറിലേക്ക് പോകാം. നമുക്കിവിടെ സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് എടുത്ത് നോക്കാം. എബൌട്ട് ഫൺ ടച്ച് OS ആണ് വരുന്നത്. Vivo T1X ക്വാൾകോമിൻ്റെ സ്നാപ്ഡ്രാഗൺ 680 ചിപ്പാണ്. നമുക്ക് കിട്ടിയിരിക്കുന്നത് 6GB റാമും 2GB എക്സ്റ്റെൻഡബിൾ റാമാണ്. 4GB റാമിന് 1GB എക്സ്റ്റെൻഡബിൾ റാമാണ് വരുന്നത്. പക്ഷേ ഒരു ഡിസപ്പോയിൻറ്റിങ് ആസ്പെക്റ്റ് എന്താ വെച്ചാൽ ഇതിൽ Android 11 ഉള്ളൂ. അതായത് 2021-22 ഫോണിന് ഇപ്പോഴും Android 11 വരുന്നുള്ളൂ. അത് ഡെഫിനറ്റ്ലി ഒരു ഡിസപ്പോയിൻറ്റിങ് ആസ്പെക്റ്റ് ആയിട്ട് നമുക്ക് പറയാം. 120GB സ്റ്റോറേജ് ആണ് വരുന്നത്. അപ്പം സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് നോക്കുകയാണെങ്കിൽ വിവോൻ്റെ ഫൺ ടച്ച് OSൽ വരുന്ന ആസ്പെക്ട്സും ഫീച്ചേഴ്സൊക്കെ ഇതിനകത്തുണ്ട്. ലോക്ക് സ്ക്രീൻ കസ്റ്റമൈസേഷൻ, അതേപോലെ ഡൈനാമിക് എഫക്ട്സ് ഉണ്ട്, ചാർജിങ്, ഫേഷ്യൽ റെക്കഗ്നീഷൻ, ആനിമേഷൻ ഒക്കെ ഉണ്ട്. അതേപോലെ നമുക്ക് ഗെയിം മോഡ്സ് ഒക്കെ അവൈലബിൾ ആണ്.
അൾട്രാ ഗെയിം മോഡ്, നമുക്ക് ഗെയിമിംഗ് കളിക്കാനാണെങ്കിൽ സ്പോർട്സ് മോഡ്, 4D ഗെയിം വൈബ്രേഷൻ എന്നൊക്കെ പറഞ്ഞ ഓപ്ഷൻസ് ഇതിനകത്തും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ്. ഇനി സോഫ്റ്റ്വെയർ കാര്യത്തിൽ പറയുകയാണെങ്കിൽ നമുക്കിവിടെ കുറച്ച് പ്രീ ലോഡഡ് ആപ്സ് ഉണ്ട്. സ്നാപ്ചാറ്റ്, ഷെയർ ചാറ്റ്, സ്പോട്ടിഫൈ, ഫോൺ പേ, മോജ്, ജോഷ്, ഇതെല്ലാം പ്രീ ലോഡഡ് ആണ്. കുറച്ച് പ്രീ ലോഡഡ് ആപ്സ്, ബ്ലോട്ട്വെയർസ് ഡെഫിനറ്റ്ലി ഇൻക്ലൂഡഡ് ആണ്. ഇത് ഏത് പ്രൈസ് കാറ്റഗറിയിലാണെങ്കിലും അവൈലബിൾ ആണെന്നുള്ളതാണ് വേറൊരു ഇൻട്രസ്റ്റിംഗ് ആസ്പെക്റ്റ്. അതിപ്പോൾ വില കുറഞ്ഞതാണെങ്കിലും വില കൂടിയതാണെങ്കിലും ഒട്ടുമിക്ക മൊബൈൽ ബ്രാൻഡ്സും ഈ ബ്ലോട്ട്വെയർസ് ഇപ്പോൾ ഷിപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് പ്രോബ്ലി പ്രൈസ് കട്ടിന് വേണ്ടിയിട്ടായിരിക്കും കാരണം കുറച്ചും കൂടെ ആപ്സ് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ അവർക്ക് അതിൽ നിന്നൊരു ചെറിയ ലാഭം കിട്ടുന്നുണ്ട്. അതുകൊണ്ടായിരിക്കാമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ അതാണ് സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ. ഇനി നമുക്ക് അടുത്തത് ഇതിൻ്റെ ക്യാമറയിലോട്ട് പോകാം. അപ്പോൾ ഇവിടെ ഡ്യുവൽ ക്യാമറ സെറ്റപ്പാണ് വരുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറയാണ്. ഇൻഫാക്ട് അൾട്രാ വൈഡ് ക്യാമറ അല്ല, ഇത് ഒരു 50 മെഗാപിക്സൽ പ്രൈമറി സെൻസറും ഒരു 2 മെഗാപിക്സൽ ഡെപ്ത് സെൻസറും മാത്രമേ ഉള്ളൂ. പോർട്രേറ്റ് മോഡുണ്ട്, നൈറ്റ് മോഡുണ്ട്, അതേപോലെ വീഡിയോ റെക്കോർഡിംഗ് നമുക്ക് ജസ്റ്റ് നോക്കാം. 1080p റെസൊല്യൂഷനാണ് മാക്സിമം സപ്പോർട്ടഡ്. 1080p റെസൊല്യൂഷൻ, 60 FPS സപ്പോർട്ടഡ് ആണ്. ബേസിക് ഓപ്ഷൻസ് ഇൻക്ലൂഡഡ് ആണ്. പിന്നെ മോഡിൽ പോയി കഴിഞ്ഞാൽ 50 മെഗാപിക്സൽ മോഡ്, അങ്ങനെ ബാക്കി ഓപ്ഷൻസ് കാണാം. പിന്നെ നമുക്ക് ഒരു 8 മെഗാപിക്സൽ സെൽഫി ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ക്യാമറേൻ്റെ UI കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ കുറച്ച് ക്യാമറ സാമ്പിൾസും കൂടി കണ്ടേക്കാം. ഇതെല്ലാം Vivo T1X എന്നത്തെ ക്യാമറ സാമ്പിൾസ് ആണ്. അത്യാവശ്യം ഭേദപ്പെട്ട രീതിയിലുള്ള ഒരു എക്സ്പീരിയൻസ് ആണ്. പക്ഷേ അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറ മിസ്സിംഗ് ആണെന്നുള്ളത് ഡെഫിനറ്റ്ലി ഒരു മിസ്സിംഗ് ഫീച്ചറായിട്ട് നമുക്ക് പറയാവുന്നതാണ്. അപ്പോൾ ഇതൊക്കെ Vivo T1X എന്നിടത്തെ ക്യാമറ സാമ്പിൾസ് ആണ്. ഇതിനകത്ത് വരുന്ന 5000 mAh കപ്പാസിറ്റി ബാറ്ററിയാണ്. അതേപോലെ നമുക്ക് 18 വാട്ട് ഫാസ്റ്റ് ചാർജിങ് ആണ് വരുന്നത്. അപ്പോൾ ഫാസ്റ്റ് ചാർജിങ് എനിക്ക് തോന്നുന്നു 18 വാട്ട് അറൗണ്ട് 1.5 മണിക്കൂറിലേറെ എടുക്കും ചാർജ് ചെയ്യാൻ. ഡെഫിനറ്റ്ലി ഒരു 2 മണിക്കൂറൊക്കെ എടുക്കേണ്ടതാണ്. അത്രയ്ക്ക് ഫാസ്റ്റ് അല്ല ഒബ്വിയസ്ലി. അപ്പോൾ അത് അത്രയ്ക്ക് ഈ പ്രൈസ് സെഗ്മെൻറ്റിൽ പ്രോബ്ലി അത്രയ്ക്ക് സ്പീഡ് കിട്ടത്തുള്ളൂ. പ്രോബ്ലി സ്നാപ്ഡ്രാഗൺ 680 അത്രയധികം സ്പീഡും എക്സ്പെക്ട് ചെയ്യാൻ നമുക്ക് സാധിക്കില്ല. കാരണം ഒരു ബഡ്ജറ്റ് ചിപ്സെറ്റ് ആയതുകൊണ്ട് തന്നെ അത്രയ്ക്ക് നമുക്ക് എക്സ്പെക്റ്റിംഗ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതാണ് 5000 mAh കപ്പാസിറ്റി ബാറ്ററിയും 18 വാട്ട് ചാർജറാണ് ഇൻക്ലൂഡഡ്. അപ്പോൾ ഇതായിരുന്നു Vivo T1Xൻ്റെ ഒരു അൺബോക്സിങ്ങും ഹാൻഡ്സ് ഓൺ വീഡിയോ ആണ് നമ്മളിപ്പോൾ ചെയ്തത്. ക്യാമറ സാമ്പിൾസും ബാക്കിയുള്ള ഫീച്ചേഴ്സും എല്ലാം തന്നെ എക്സ്പ്ലെയിൻ ചെയ്തു. ഇതിൻ്റെ പ്രൈസിങ് നമുക്കറിയില്ല. പ്രോബ്ലി ഒരു 10,000 to 15,000 പ്രൈസ് സെഗ്മെൻറ്റിൽ ഉള്ളിലായിരിക്കുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്, സ്പെക്സ് ഒക്കെ വെച്ച്. എങ്കിലും നമ്മൾ പ്രൈസ് അപ്ഡേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ കമൻറ്റ് സെക്ഷനിലോ അല്ലെങ്കിൽ ടൈറ്റിലോ പോസ്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് ആണ് Vivo T1Xൻ്റെ അൺബോക്സിങ് ഹാൻഡ്സ് ഓൺ വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതായിരിക്കുന്നു. കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബിനൊപ്പം തന്നെ ആ ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ കൂടെ ലഭിക്കുന്നതാണ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ഹോപ്പ് ടു സീ ഇൻ അവർ നെക്സ്റ്റ് വീഡിയോ. ഹാവ് എ ഗ്രേറ്റ് ഡേ.